Respected cardamom planters, ഏലത്തോട്ടത്തിൽ ഏക്കർക്ക് 1000 കിലോ മുകളിൽ എടുക്കുന്ന മെത്തേഡിൽ ഇത് 6th വീഡിയോ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഫീൽഡ് ഈ 6 മാസം ചെയ്ത ട്രീറ്റ്മെന്റ് ഞാൻ ചുരുക്കം പറയാം. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഈ ഒക്ടോബർ തൊട്ട് ഈ മണ്ണിലുള്ള ഫംഗസ് മാറാനായിട്ടും വേർപുഴു മീലിബഗുകൾ മാറാനായിട്ടും നെമറ്റോഡ് കൺട്രോൾ ആക്കാനായിട്ട് മെനറ്റോഡും റൈഫിൾ ഒളിച്ചിട്ട് പിന്നെ ഒരു DAP ഒളിച്ചിട്ട് പിന്നെ അടുത്ത ഒരു സൂഡോമോണാസ് ട്രെഞ്ചിങ് പിന്നെ ഒരു CN ട്രെഞ്ചിങ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് ഒരു DAP കോമ്പിനേഷൻ ഇപ്പം ഒളിക്കാൻ പോവുക. അപ്പോൾ ഈ DAP ഈ നോവ DAP 1/2 കിലോ, K41 1/2 കിലോ, മരിനോ ഗ്രാനുവൽസ്, yield booster, the extraordinary ഒരു പ്രോഡക്റ്റ്, yield booster, മരിനോ ഗ്രാനുവൽസ് ആൻഡ് സൂപ്പർ പിനാക്കിൾ ലിക്വിഡ്. ഈ ജിബ്രലിക് കൂടിയ ജിങ്ക്, ബോറാൻ, മാലിബ്ഡിനം, മാംഗനീസ്, കാപ്പർ, ഓൾ മൈക്രോന്യൂട്രിയൻസ് ചേർന്ന ഒരു അടിപൊളി സാധനം സൂപ്പർ പിനാക്കൽ ലിക്വിഡ് 500 ml ചേർത്ത് ഒളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചിമ്പിൻ്റെ ഗർത്ത് ആൻഡ് റൂട്ട് ഡെവലപ്മെന്റ്, മണ്ണിൽ നേരത്തെ ഒളിച്ച വളം മൊത്തം മിച്ചം ഇല്ലാതെ ചെടി വലിക്കുന്ന ഒരു മെത്തേഡ്. അതുകൊണ്ട് ഈ ട്രഞ്ചിങ് നമുക്ക് ചെയ്യുമ്പോൾ ചെടിക്ക് പെട്ടെന്ന് ഒരു വളർച്ച ആകും. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ നെക്സ്റ്റ് മന്ത് കാണുമ്പോൾ ഇതിൽ ഉറപ്പായിട്ട് 2 കാ പിടിക്കുന്നു ഞാൻ പറഞ്ഞു. അതുപോലെ അതേ ജക്കപ്പള്ളം ഫീൽഡ്, ഈ ഫീൽഡിൽ ലാസ്റ്റ് നമുക്ക് ഫെബ്രുവരി 18-ാം തീയതി റിലീസ് ചെയ്ത ആ വീഡിയോയിലിருந்து ഇപ്പം എടുത്ത ഈ വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെടി നോക്കുമ്പോൾ മനസ്സിലാകും 2 കാ കൊത്തുക്ക് 2 കാ പുതിയ കാ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ലാസ്റ്റ് CN ഈ കാൽസ്യം നൈട്രേറ്റ് അതോട് PRS ആൻഡ് മാർവലസ് ഈ പൊട്ടാഷ് കൂടിയ അമിനോ കളந்த ഈ 3ഉം കൂടി ഒളിക്കുമ്പോൾ സിമ്പിൻ്റെ സ്ട്രെങ്ത് കൂടുതൽ, സിമ്പ് കൂടുതൽ ഹൈറ്റ് പോകാതെ നല്ല ഒരു കറുമ്പ് പോലെ ചിമ്പ് ആയിട്ടുണ്ട്. അതോട് ചറത്തിൻ്റെ പൊക്കം തട്ടയ്ക്ക് പൊക്കം വരാതെ ചറത്തിൻ്റെ പൊക്കം മാത്രം വരും. മിനിമം 35 to 42 കണ്ണിയുണ്ട്. നേരത്തെ അന്ന് വീഡിയോ എടുക്കുമ്പോൾ ഫെബ്രുവരി വീഡിയോ എടുക്കുമ്പോൾ 1-2 കായായിരുന്നു, ഇന്ന് 4 കാ വരെ വന്നിട്ടുണ്ട്. അത് ഈ ഫെർട്ടിലൈസർ അപ്ലിക്കേഷൻ അതോടെ ഈ തൊന്തരവ് വരാത്ത രീതിയിൽ ഞാൻ നേരത്തെ ചെയ്ത മരുന്ന് കെമിക്കൽ സ്പ്രേ വരം ആൻഡ് മിഡ അതോട് ഡയോസെൽ, ഈ ഡയോസെൽ ഫംഗിസൈഡ് ഇത് കൂടി അടിക്കുമ്പോൾ ചെടിക്ക് ഇലകരിച്ചൽ, അരുമ്പ് കരിച്ചൽ, ഈ ഫിസേരിയം മൊത്തം കൺട്രോൾ, ത്രിപ്സ് പക്കാ കൺട്രോൾ ആൻഡ് ബോററും 100% കൺട്രോൾ. സോ അതുകൊണ്ട് ചറത്തിൻ്റെ അറ്റം പോയിട്ടില്ല ആൻഡ് ത്രിപ്സ് അറ്റാക്കില്ല, ഈ അരുമ്പ് കരിച്ചിലില്ല. സോ അതുകൊണ്ട് നമ്മ കൊടുക്കുന്ന വെള്ളം പക്കാവായിട്ട് വലിക്കുന്ന അവിടെ ഉള്ള വേര് ഇത് എല്ലാം കൂടിയ ഒരു വിഷയം ഇതുപോലെ കയറിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന ഈ ഫീൽഡിൽ മണ്ണിടുന്ന മുമ്പ് ഓം കെ എന്ന് പറഞ്ഞ ഈ കാർബൺ കൂടിയ NPK മൈക്രോന്യൂട്രിയൻസ് വെള്ളം ഒരു 1/2 കിലോ വെച്ച് വാരി ഇട്ടിട്ട് മണ്ണിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര ഒരു വേരുണ്ടാക്കിയിട്ട് സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂടുതൽ ആയി. അതുകൊണ്ട് ഭയങ്കര ഒരു ചിമ്പിൻ്റെ കരുത്തും കൂടുതൽ. സോ നമുക്ക് ചറത്തിൻ്റെ പൊക്കം വരുന്നതൊക്കെ ഒരു സപ്പോർട്ടും ഈ സോയിൽ ഫെർട്ടിലിറ്റി ഉള്ളത് കൊണ്ട് എല്ലാം ഓർത്തതുപോലെ കിട്ടി. അതോട് മൗര്യ പ്ലസ് എன்ற ഒരു വളം, ഒരു ഗ്രാനുവൽസ് അതും കൂടെ
ഞാൻ 400 ഗ്രാം വെച്ച് ഒരു 20 ദിവസം മുമ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് ഇട്ട പുറകിൽ നോക്കുമ്പോൾ പുതിയ ചിമ്പ് ശരിക്ക് 20 to 30 വരെ പുതിയ ചിമ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് 20 ഡേയ്സിൽ പൊട്ടിച്ചു വരാൻ തുടങ്ങി. അപ്പോൾ നേരത്തെ വന്ന ചിമ്പിന്റെ ചരം നമുക്ക് ആദ്യം ഈൽഡ് ആകും. ഇപ്പം പൊട്ടിക്കുന്നത് നമുക്ക് 3rd റൗണ്ട് 4th റൗണ്ട് ആകുമ്പോൾ പുതിയ ചരത്തിന്റെ സപ്പോർട്ടും കൂടെ കിട്ടും. സോ നമുക്ക് ഈ ഫീൽഡ് ഒരു ചെടിക്ക് മിനിമം 4 കിലോ ചരക്ക് എടുക്കുന്ന ഒരു സ്റ്റൈലിൽ നമ്മുടെ മെത്തേഡ് ഇതുപോലെ ചെയ്തു വരുമ്പോൾ നമുക്ക് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറേ മഴ കിട്ടിയിട്ടുണ്ട്. പിന്നെ രാവിലെ ഭയങ്കര ചൂട്. ഈ ചൂടോട് ചേർന്ന് ഈ മഴ കിട്ടിയത് കൊണ്ട് നമുക്ക് ഈ ത്രിപ്സ്, ചറപ്പുളു, ഈ പൂപ്പിൾ എന്ന് പറയുന്ന സ്കെയിൽസ് കൂടുതലാകാനായിട്ട് ഭയങ്കര ചാൻസസ് ഉണ്ട്. അങ്ങനെ ഈ കൂടുതൽ വരുന്ന ഈ സമയം, ഈ ഏപ്രിൽ തുടക്കത്തിൽ നമുക്ക് അടിക്കുന്ന ഈ മരുന്ന്, നെക്സ്റ്റ് അടിക്കുന്ന മരുന്ന് സീൽഡ്, ഈ നോവ സീൽഡിന് ഒരു മരുന്നുണ്ട്. ഇത് ഒരു 125 മില്ലി മാത്രം 200 ലിറ്റർ വെള്ളത്തിൽ അടിക്കുമ്പോൾ ഈ സ്കെയിൽസ് ആൻഡ് ത്രിപ്സ് ബോറർ ഭയങ്കര കൺട്രോൾ കിട്ടുന്നുണ്ട്. ട്രയൽ നോക്കി ഈ ഫീൽഡിൽ അടിച്ചിട്ടുണ്ട്. അടിച്ചത് 1-2 തെരഞ്ഞ് സ്കെയിലും കൺട്രോൾ, 1-2 തെരഞ്ഞ് ത്രിപ്സും കൺട്രോൾ. സോ നെക്സ്റ്റ് കെമിക്കൽ സീൽഡ്, ഈ നോവ കമ്പനിയുടെ സീൽഡ് എന്ന് പറഞ്ഞ മരുന്ന് നമുക്ക് ഒരു 125 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അടിക്കുക. നെക്സ്റ്റ് മന്തിൽ കംപ്ലീറ്റ്ലി ഈ പെസ്റ്റ് ആൻഡ് ഡിസീസിലിരുന്ന് നമുക്ക് രക്ഷപ്പെടുക. ഈ മഴ കിട്ടിയത് കൊണ്ട് പുതുച്ചരത്തിന്റെ തെളിവ് എല്ലാവർക്കും ഉണ്ടാകാൻ ചാൻസസ് ആയിരിക്കും. അപ്പോൾ അവിടെ കാ പിടിക്കണം. അപ്പോൾ ഒരു ഫോളിയർ സ്പ്രേ നമുക്ക് കൂടുതൽ നല്ലത്. അപ്പോൾ ഫോളിയർ സ്പ്രേ ഏത് ചെയ്യണം? അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഫോളിയർ സ്പ്രേ ഞാൻ പറയാം. 13-40-13 NPK ഒരു പോളിഫൈഡ് നോവ കമ്പനിയുടെ നോവ ബോണ്ട് എன்ற പേരിൽ കിട്ടുന്നുണ്ട്. ഇത് മൈക്രോ ന്യൂട്രിയൻസ് കൂടിയ ഒരു NPK. ഇത് 1 കിലോ. പിന്നെ 13-0-45 ഇതും പക്ക സെലക്റ്റഡിൽ നോവ PN എന്നും പേരിൽ ഉള്ള സാധനം 1 കിലോ. അതോട് ജിങ്ക്, ബോറാൻ, പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് 789 സൂപ്പർ 789 മൈക്രോ ന്യൂട്രിയൻസ്. അതോട് മിരിപ്ടോൺ. ഈ മിരിപ്ടോൺ എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് കൂടിയ ഈ ബ്രാസിനോലൈറ്റ്സും ആൻഡ് നമുക്ക് DA ചേർന്ന ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ, ഒരു ഹാർമോൺ. ഇത് അടിച്ച കംപ്ലീറ്റ് പൂ ഭയങ്കര പൂ എടുക്കും. എടുത്ത പൂ മൊത്തം സെറ്റിങ്സ് ആകും. മഞ്ഞപ്പിഞ്ച് മൊത്തം കൺട്രോൾ ആകും. അതോട് ട്രൗട്ട് റെസിസ്റ്റന്റ്, ഈ മിരിപ്ടോണിന്റെ ഒരു റിസൾട്ട് ട്രൗട്ട് റെസിസ്റ്റന്റുക്കും ഒരു കൂടുതൽ സപ്പോർട്ട് കിട്ടും. സോ അതുകൊണ്ട് ഈ ഫോളിയർ സ്പ്രേ നമുക്ക് ചെയ്യാം. അതോട് ഞാൻ പറഞ്ഞതുപോലെ ഈ DAP, ഈ സൂപ്പർ പിനാക്കിൽ കൂടെ ചേർന്ന് ആ ട്രഞ്ചിങ്ങും നമുക്ക് ചെയ്യണം. നോവ സീൽഡ് ആ കെമിക്കലോടെ ചേർന്ന് ഒരു കോണ്ടാക്ട് സിസ്റ്റമിക് ഫംഗിസൈഡ് ചേർത്ത് നമുക്ക് ചെയ്ത നെക്സ്റ്റ് മന്തും കൂടെ പ്രോപ്പറാണ് ഒരു ഈൽഡോട് ഒരു വളർച്ച നമുക്ക് കൊടുക്കാം. ഈ ലാസ്റ്റ് 6 months ആയിട്ട് 5000 ഏക്കർക്ക് മുകളിൽ ഉള്ള പ്ലാന്റേഴ്സ് എന്നെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഫീൽഡ് ഡെവലപ്പ് ആക്കുന്നുണ്ട്. മൊത്തം ഒരു 300ക്കും മേற்பട്ട ഫാർമേഴ്സ് ഒരു 5000 ഏക്കർക്ക് മുകളിൽ ഏക്കറേജ് പക്ക ഡെവലപ്മെന്റ് എന്നോട് കൺസൾട്ടിങ് ഈ മെത്തേഡ് ഫോളോ അപ്പ് ചെയ്തിട്ട് എല്ലാ ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മുടെ ഈ ഗൂഡല്ലൂർ ഡോക്ടർ അഗ്രി ആ കടയിൽ ഡെയിലി പുതിയ ആൾക്കാർ ഈ റിസൾട്ട് കണ്ടിട്ട് തൊട്ടടുത്ത ആൾക്കാർ ചെയ്യുന്ന ആ ഇംപ്രൂവ്മെന്റ് നോക്കിയിട്ട് ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട്. എല്ലാ ആൾക്കാർക്കും നന്ദി പറഞ്ഞ ആൾക്കാർക്ക് എല്ലാവർക്കും ഞാനും കൂടെ നന്ദി പറയുന്നുണ്ട്. ഈ സമയത്ത് ഒരു മുഖ്യ വിഷയം ഞാൻ പറയാനായിട്ടുള്ളൂ. അത് പല ആൾക്കാർ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട്,
ഈ മഴ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇയർ അളുകൾ കൺട്രോൾ ആക്കാനായിട്ട് ഈ സമയം നമുക്ക് ഡോളമൈറ്റ്, ഈ ചുണ്ണാമ്പ്, ഈ മഗ്നീസിയം, സൾഫർ എല്ലാം കളന്ത് ഇടാവോ അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് ഒരു ചെറിയ മല, നമുക്ക് ഒരു ഗാഡ് ഗിഫ്റ്റ്, ഒരു സപ്പോർട്ടഡ് റൈന്. വെള്ളം അടിക്കുന്ന ആൾക്കാർക്ക് പക്ക സപ്പോർട്ടായിട്ടിരിക്കും, വെള്ളം അടിക്കാത്ത ആൾക്കാർക്ക് ചെടി പോകാതെ നിൽക്കും. അപ്പോ ഈ മഴ നമുക്ക് ഈ മഴ വെച്ചിട്ട് ആളുകൾ വരുമെന്ന് പേടിച്ചിട്ട് യാരും പുതിയ ഏതാവത് മണ്ണിന്റെ ഈ അസറ്റിക് മാറ്റണമെന്ന് ഓർത്ത് ഈ ചുണ്ണാമ്പ്, ഈ ഡോളമൈറ്റ് അങ്ങനെ ഏതും ചെയ്യരുത്. ചെയ്ത മണ്ണിന്റെ pH റൈസ് ആകും, പിന്നെ ചരത്തിന്റെ മൊത്തം കരികളാകും, വേര് മൊത്തം കറുകളായി. സോ അത് ചെയ്യേണ്ട. നമുക്ക് മെയ് മാസം തുടക്കത്തിൽ, ഇല്ല ഏപ്രിൽ എൻഡ് മെയ് മാസം തുടക്കത്തിൽ ഈ ആളുകൾക്ക് വേണ്ടി, ഈ തട്ടമരിച്ചലിൻ്റെ വേണ്ടി നമുക്ക് മ്യൂട്ട്, ഈ മ്യൂട്ട് സാധനം നമുക്ക് 500 ഗ്രാം എടുത്തിട്ട് 200 ലിറ്റർ വെള്ളത്തിൽ അഴുക്കി നമുക്ക് ശരിക്കും ഒരു 10 ലിറ്റർ ചൂടകത്തെ ചുറ്റി ഒളിക്കണം. അങ്ങനെ ഒളിക്കുമ്പോൾ ഈ പിത്തിയും ഫംഗസ് മൊത്തം മാറും, മണ്ണ് ഭയങ്കര ശുദ്ധം ആകും. ആൻഡ് മറുപടി നമുക്ക് തിരിച്ച് മെയ് തുടക്കത്തിൽ ഈ മെനറ്റോഡ് റാഫലും ഒളിച്ചിട്ട് മണ്ണിലുള്ള മറ്റ് മൈക്രോബ്സ് എല്ലാം ഡെവലപ്പ് ആക്കണം. നെക്സ്റ്റ്, ഈ കൊല്ലം മെയ് 15-20 തൊട്ട് തെന്മേற்கு നമ്മുടെ സൗത്ത് വെസ്റ്റ് മോൺസൂൺ ഭയങ്കര തീവ്രമായിട്ട് തുടങ്ങാൻ പോവുക. സോ റെഡ് അലർട്ട് സീസൺ തുടക്കത്തിലെ നമുക്ക് റെഡ് അലർട്ട് വരുന്ന ഒരു പൊസിഷൻ ഉണ്ടാകും. സോ നിങ്ങൾ അതിനു മുമ്പ് ഈ മീറ്റ് ട്രഞ്ചിങ് ആൻഡ് ഈ മെനറ്റോഡ് ട്രഞ്ചിങ്ങും കൂടെ ചെയ്ത് തീർത്തിട്ട് സീസൺ തുടക്കത്തിന് മുമ്പ് തുരിശും അടിച്ചിട്ട് റെഡിയായി നിൽക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഓസ് വലിച്ച് ഒരു സ്പ്രേ കൂടെ ചെയ്യാൻ പറ്റിയില്ല, കളയ്ക്ക് ഒളിക്കാൻ പറ്റിയില്ല. സോ നമ്മളുടെ ഈ സൗത്ത് വെസ്റ്റ് മോൺസൂൺ മെയ് എൻഡിൽ റെഡ് അലർട്ട് വരുന്ന ഒരു പൊസിഷനിൽ നമുക്ക് സീസൺ തുടങ്ങാൻ പോവാം. ഓക്കെ, മണ്ണിലുള്ള മറ്റ് ഫംഗസ് കൊള്ളുന്ന ആ വിഷയം നമുക്ക് ചെയ്യണം. ചെയ്തിട്ട് കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടിയ ഗ്രാനുവൽസ്, ഈ CMS ഗ്രാനുവൽസ് മാത്രം അവശ്യം 1 കിലോ വെച്ച് ചൂടകത്തെ ഇട്ട് കൊടുക്കണം. അത് മതി. അത് വിട്ടിട്ട് നിങ്ങൾ ഈ ചുണ്ണാമ്പ്, മഗ്നീഷ്യം, ഈ അക്കാരിസൈഡ്, സൾഫർ 200 ഗ്രാം കൂട്ടി അങ്ങനെ ഒളിച്ച് ചരത്തെ കെടുക്കരുത്, മണ്ണ് കെടുക്കരുത്, അത് ചെയ്യരുത്. CMS ഗ്രാനുവൽസ് മാത്രം മെയ് 15 തൊട്ട് ജൂൺ ഫസ്റ്റ് വീക്ക് ഉള്ളിൽ ഇട്ടാൽ മതി. നിങ്ങളുടെ തോട്ടത്തിൽ അളുകൾ വരത്തില്ല. നമ്മുടെ കൺസൾട്ടിങ് കറക്റ്റ് ഒക്ടോബർ തൊട്ട് ചെയ്യുന്ന ആൾക്കാർ, ഞാൻ പറയുന്ന ഈ ഫംഗിസൈഡ് കൂട്ടി കറക്റ്റ് അടിച്ച ആൾക്കാർ, ആവശ്യമില്ലാതെ ഹ്യൂമിക്ക് ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ഈ CMS മാത്രം ഒളിച്ചിട്ട് ജസ്റ്റ് ഒരു തുറിശടിച്ചാൽ മതി, അളുകളിലിരുന്ന് നമുക്ക് രക്ഷപ്പെടാം. ഒന്നും പേടിക്കാൻ വേണ്ടി ആവശ്യമില്ല. അതോട് യുദ്ധം കാരണം എല്ലാ കമ്പനിക്കും ഇൻസെക്ടിസൈഡ് ആൻഡ് ഫെർട്ടിലൈസർ പ്രൈസ് 20-30% കൂടാൻ പോവുക. ആൾറെഡി ലേബർ പേയ്മെൻറ്റ്, ലേബറുടെ കാസ്റ്റ് കൂടാൻ തുടങ്ങി. ആൾ കിട്ടാൻ പാട്, ഒരു പണി കൂടെ ചെയ്യാൻ ആൾ കിട്ടിയിട്ടില്ല. അവർക്കും 30-20% ആൾറെഡി കൂട്ടിയിട്ടുണ്ട് അല്ലേ? സോ ഇതുപോലെ നമ്മുടെ ഇൻസെക്ടിസൈഡും ലേബർ കാസ്റ്റും കൂടുമ്പോൾ നമ്മുടെ കാസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ കൂടാൻ പോകുന്നുണ്ട്. സോ നിങ്ങൾ റെഗുലർ ഈൽഡ് ഈ 250 കിലോ, 200 കിലോ, 300 കിലോ, 400 കിലോ അങ്ങനെ എടുക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ലാസ് ആയിടും. എന്നാൽ യുദ്ധം കാരണം നമുക്ക് കായ്ക്ക് വിലയും കൂടെ കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ ഇതിക്ക് നമുക്ക് വിജയിക്കുന്ന മെത്തേഡ് നമ്മുടെ ഈൽഡ് അധികം ആക്കണം. 1000 കിലോക്ക് മുകളിൽ നമ്മുടെ പെർ ഏക്കറിൽ നിന്ന് എടുക്കണം. എടുത്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ എക്കണോമിക്ക്, നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റും കൂടെ, നമ്മുടെ ഫാമിലി ഡെവലപ്മെൻറ്റും ആകും.
സോ ഈ 1000 കിലോ എടുക്കുന്ന മെത്തേഡ് ഞാൻ പറയുന്ന ഈ നോവ കമ്പനി ഉപയോഗിച്ച്, മാരുതി ലബോറട്ടറി കമ്പനി ഉപയോഗിച്ച് നിങ്ങൾ രക്ഷപ്പെടണം. വേറെ എന്തും തെറ്റും ചെയ്യാതെ വില കുറവ് അങ്ങനെ അങ്ങനെ പറഞ്ഞ ഉള്ള ഒരു சில சாதனங்கள் எடுத்து നിങ്ങൾ സമയം കളയരുത്, നിങ്ങളുടെ കൃഷിയെ നശിപ്പിക്കരുത്. ഓക്കെ, ഇതുവരെ ഒരു 5000 പ്ലാന്റേഴ്സ് എന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം കൂടെ ഈ ജക്കബിളിനും എന്നോട് കൺസൾട്ടിങ് ഫീൽഡ് വന്നിട്ട് എന്നെ വിളിച്ചിട്ട് വന്ന് പെർമിഷൻ ചോദിച്ചിട്ട് ആ ഫീൽഡ് കാണണം എന്ന് ആഗ്രഹം എനിക്കുണ്ട്. കണ്ടാലേ നിങ്ങൾക്ക് കൂടുതൽ ഒരു വിശ്വാസം കിട്ടും. അങ്ങനെ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ വന്ന് നോക്കണമെന്ന് ഞാൻ ആഗ്രഹമാകുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാവരും കൂടുതൽ ഈൽഡ് എടുക്കണം, നിങ്ങളുടെ എക്കണോമിക് ഡെവലപ്പ് ആകണം എன்ற ഒരേ ഒരു ആഗ്രഹത്തിൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോ ഞാൻ വിടുന്നുണ്ട്. താങ്ക് യു റെസ്പെക്റ്റഡ് കാർഡമം പ്ലാന്റേഴ്സ്. താങ്ക് യു.